Dear students, we will business in the class. Current class we will partnership in the types of partners in the types. Forms of business organization ഒരു വ്യക്തിക്ക് തുടങ്ങാൻ താൽപര്യമുള്ള ബിസിനസ്സുകളിൽ ഏതൊക്കെ തുടങ്ങാൻ പറ്റും എത്ര ടൈപ്പ് സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ അതിനെ കമ്പനി എന്ന് മാത്രം വിളിക്കും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ കമ്പനി എന്ന് വിളിക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് മാത്രമേ ക്യാഷ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികം ആൾക്കാരാണ്, മാക്സിമം 50 പേര് വരെയാണ്. അപ്പൊ 50 പേരുടെ ക്യാപിറ്റലേ അല്ലെങ്കിൽ 50 പേരുടെ ക്യാഷേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി പറയാൻ പോകുന്നത് നമുക്ക് തുടങ്ങാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കമ്പനി, ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനമാണ് ശരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ ഡെഫിനിഷൻ ആണ് ഈ എഴുതിയിട്ടിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നിർബന്ധമായിട്ടും ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. ഈ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറയാൻ കാരണം ഈ ഡെഫിനിഷന്റെ ഉള്ളിൽ തന്നെ 1, 2, 3, 4 ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. നോക്കിയോ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഡിഫൈൻഡ് ആസ് a company is an artificial person. A company is an artificial person. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതെന്താ വെച്ചാൽ ഒരു വ്യക്തി പോലെയാണ്. ശരിക്കും ഒരു വ്യക്തിയല്ല, പക്ഷെ ഒരു വ്യക്തി പോലെയാണ്. ഒരു വ്യക്തി പോലെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് എന്തൊക്കെ റൈറ്റ് ഉണ്ടോ ആ റൈറ്റ് ഒക്കെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ടാവും. ഒരു മനുഷ്യന് വേറൊരു വ്യക്തിക്ക് മുകളിൽ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിന്, ഒരു കമ്പനിക്ക് വേറെ ഒരു കമ്പനിയുടെ മേളിലോ വേറെ ഒരു വ്യക്തിയുടെ മേളിലോ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു പേഴ്സൺ പോലെ, ഒരു മനുഷ്യൻ പോലെ ആണ് എന്ന് പറയാൻ കാരണം അതാ. അപ്പൊ ഒരു മനുഷ്യന് എന്തൊക്കെ റൈറ്റ് ഉണ്ടോ ആ റൈറ്റ് ഒക്കെ എന്തിനും ഉണ്ടായിരിക്കും, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ക്രിയേറ്റഡ് ബൈ ലോ. എന്താ ഇപ്പോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് മനുഷ്യൻ ജീവിക്കുന്ന പോലെ അല്ലല്ലോ, മനുഷ്യൻ ജനിക്കുന്ന പോലെ അല്ലല്ലോ ഒരു കമ്പനി ജനിക്കുക. ഇത് ജനിക്കുന്നത്, ഈ ഒരു കമ്പനി ജനിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ കൃത്യമായ ലോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഒരു ലോ ഉണ്ട്. ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരു ലോ ഉണ്ട്. ആ ലോ പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കമൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനുള്ള എല്ലാ റൈറ്റും ആ സ്ഥാപനത്തിനുണ്ടായിരിക്കും. അപ്പൊ വെറുതെ ഒരു കമ്പനി ഫോം ചെയ്യല്ല, ആ കമ്പനി കൃത്യമായ ലോ പ്രകാരം ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആരനുസരിക്കണം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അനുസരിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഇപ്പോ അമെൻഡ് ചെയ്തിട്ട് 2013 പുതിയ ആക്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പുതിയ ആക്ട് ആയിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തിട്ട് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പുതിയതായിട്ട് ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ലോ പ്രകാരം വീണ്ടും ചില അഡീഷണൽ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അനുസരിച്ചുകൊണ്ട് ഈ ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ഫോം ചെയ്യാണ്. ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആ കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1956 പ്രകാരം ഈ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ ആ ഒരു ആക്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ബാധകമാണ്. അപ്പോ ആ ഒരു കമ്പനി ആക്ടിന്റെ കീഴിൽ പാസ്സാവുന്നത് കൊണ്ട് തന്നെ, ആക്ടിന്റെ കീഴിൽ ആ പറയുന്ന ലോയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ലീഗലായിട്ട് എന്തും ചെയ്യാവുന്ന ഒരു റൈറ്റ് എവിടെയുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ട്. അതാണ് ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. വിത്ത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഓർ പെർപെച്വൽ സക്സഷൻ എന്നൊക്കെ പറയും. രണ്ട് വേർഡും സെയിം തന്നെയാണ്.
കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നൊരു സ്ഥാപനം തുടങ്ങുന്നത് നാളെ അവസാനിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥാപനം തുടങ്ങുന്നത് അടുത്ത മാസം അവസാനിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥാപനം തുടങ്ങുന്നത് അടുത്ത വർഷം അവസാനിപ്പിക്കാനല്ല. എത്ര നാള് നമുക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് ലാഭം കിട്ടുന്നോ അത്രയും നാള് ആ സ്ഥാപനം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോ ഇവിടെ ഈ സ്ഥാപനത്തിന് എന്തുണ്ട്? കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ പേരാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയും. അപ്പോ അവര് പേടിക്കുക പെർപെച്വൽ സക്സഷൻ. അപ്പൊ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിന് നല്ല നിലനിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അതിന്റെ പിറ്റന്നാളോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സ്ഥിരമായിട്ട് നിലനിൽപ്പോടുകൂടി മുന്നോട്ട് പോകാനാണ് ആ സ്ഥാപനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ട്? കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ കോമൺ സീൽ, അതിന് എന്തുകൂടെ ഉണ്ട്? ഒരു കോമൺ സീൽ ഉണ്ട്. അതിന്റെ എന്ത് കാര്യം വന്നാലും, അതിന്റെ എന്ത് രജിസ്ട്രേഷൻ വന്നാലും, എന്ത് പേയ്മെന്റ് വന്നാലും, എന്ത് കാര്യത്തിനും അതിന്റെ ഒരു കോമൺ സീൽ അതിനുണ്ടായിരിക്കും. അതിന്റെ എല്ലാ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ആ സ്ഥാപനത്തിന്റെ എന്ത് ഡീറ്റെയിൽസ്, എന്ത് കാര്യത്തിനും അതിനൊരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ആ സീല് അതിന്റെ എല്ലാ റെക്കോർഡ്സിലും കൃത്യമായിട്ട് അവർ റെക്കോർഡ് ചെയ്തിരിക്കും. നിങ്ങൾ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാ സ്ഥാപനത്തിലും ഉണ്ടായിരിക്കും അതിനൊരു കോമൺ സീൽ. അപ്പോൾ വലിയൊരു കമ്പനി തുടങ്ങുമ്പോൾ, ഇതേപോലൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന് കൃത്യമായൊരു കോമൺ ആയിട്ടൊരു സീൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ സീൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ട്രാൻസാക്ഷൻ ആണ് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സീൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനിൽ, ഏത് ട്രാൻസാക്ഷൻ നടത്താനും ആ ഒരു ട്രാൻസാക്ഷനിൽ ആ കമ്പനിയുടെ സീല് പതിപ്പിച്ചിരിക്കും. അങ്ങനെ ഒരു സീല് ഇങ്ങനെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മീൻസ് a company is an artificial person. ആ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു മനുഷ്യൻ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്? പ്രത്യേകതരം ലോ പ്രകാരം, ക്രിയേറ്റഡ് ബൈ ലോ. അതേത് ലോയാ? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് ആ കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അങ്ങനെ ഒരു ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ തന്നെ അതിന് ആ ആക്ടുമായി അല്ലെങ്കിൽ ലോയുമായി കൃത്യമായ ബന്ധങ്ങളുണ്ട്. അപ്പൊ അതില് ആ ലോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്പനി അനുസരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ലോയുമായി ബന്ധപ്പെട്ട എല്ലാ ലീഗൽ എൻറ്റിറ്റീസും ആ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന് ഉണ്ടായിരിക്കും. വിത്ത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഓർ പെർപെച്വൽ സക്സഷൻ. അത് സ്ഥിരമായി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അതാണ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് എ കോമൺ സീൽ. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ ഇതിന്റെ 3-4 ഫീച്ചേഴ്സ് ഉണ്ട്. നോക്കിയേ, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. മനുഷ്യനെ പോലെ തന്നെ ഒരു സംഭവമാണ് കമ്പനി എന്ന് പറയുന്നത്. മനുഷ്യനെ പോലെ തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യന് ഒരു വ്യക്തിക്ക് മുകളിൽ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതേപോലെ ഈ ഒരു കമ്പനിക്ക് വേറെ ഒരാൾക്ക് മുകളിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാപനത്തിന് മുകളിലോ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒന്നാമത്തെ ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ക്രിയേറ്റഡ് ബൈ ലോ. രണ്ടാമത്തെ ഫീച്ചറാ. ഏത് ലോ പ്രകാരം? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ഫീച്ചർ. ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അടുത്ത ഫീച്ചറാ. ആ ഒരു ലോ പ്രകാരം തുടങ്ങുന്നത് കൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന് കൃത്യമായ ലീഗൽ എൻറ്റിറ്റീസ് ഉണ്ട്. അതാണ് അടുത്ത ഫീച്ചർ. വിത്ത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതാണ് അടുത്ത ഫീച്ചർ. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ഥാപനം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടാണ് സ്ഥാപനം നിലനിൽക്കുന്നത്. അല്ലാണ്ട് നാളെ മറ്റന്നാളോ അതിന്റെ പിറ്റന്നാളോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ കോമൺ സീൽ അടുത്ത ഫീച്ചറാണ്. കോമൺ സീൽ. അതിന്റെ എല്ലാ ട്രാൻസാക്ഷനും കോമൺ സീൽ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിയേ, ഒരു ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചറാണ് ക്രിയേറ്റഡ് ബൈ ലോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫീച്ചറാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. നാലാമത്തെ ഫീച്ചർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അഞ്ചാമത്തെ ഫീച്ചർ കോമൺ സീൽ. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഫീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ 5 ഫീച്ചർ എഴുതാം. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചറും മെറിറ്റും ഡിമെറിറ്റും നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാം. അപ്പൊ ഇനി കമ്പനിയുടെ ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ് ആ കമ്പനിയുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് ഈ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫോംസ് ഓഫ് ഓർഗനൈസേഷനിലുള്ള 5 സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാപനം, ഏറ്റവും വലിയ ബിസിനസ് ഫേം എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണെന്ന് പറഞ്ഞു.
ആ ഏറ്റവും വലുത് എന്ന് പറയാൻ കാരണം നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചപ്പോൾ അവിടെ ഒരാളെ ഉണ്ടായുള്ളൂ. പാർട്ട്ണർഷിപ്പ് പഠിച്ചപ്പോൾ മാക്സിമം 50 പേരെ അലോ ചെയ്തിട്ടുള്ളൂ. ഇവിടെ അൺലിമിറ്റഡ് ആണ്. എത്ര പേരെ വേണമെങ്കിലും അലോ ചെയ്യാം. എത്ര പേരെ വേണമെങ്കിലും അലോ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഷെയർ എന്നും ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അവിടെയാണ് ആൾക്കാർക്ക് പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കണമെങ്കിൽ, ക്യാപിറ്റൽ റൈസ് ചെയ്യണമെങ്കിൽ കമ്പനി ഇതേപോലുള്ള ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യും. അതിൽ ഷെയർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ 8ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഷെയർ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ നമുക്കറിയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു മാത്രമേ പറയുന്നുള്ളൂ. ഷെയർ എന്താണെന്ന് നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ എത്ര പേർക്ക് വേണമെങ്കിലും കമ്പനിക്ക് ഫണ്ട് ഇഷ്യൂ ചെയ്യാം, അതിലൂടെ ഫണ്ട് റേസ് ചെയ്യാം. അപ്പോൾ ഈ കമ്പനി ഉദ്ദേശിക്കുന്ന ഫണ്ട് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയായിരിക്കും, ചിലപ്പോൾ അതിന് ലക്ഷക്കണക്കിന് രൂപയായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കമ്പനി ഉദ്ദേശിക്കുന്ന മാക്സിമം ലിമിറ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. എടുത്തു വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, എവിടെയെങ്കിലും ഈ വേർഡ് കേൾക്കും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാക്സിമം ലിമിറ്റ് ഓഫ് ക്യാപിറ്റൽ, മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആവുന്നത് വരെ എത്ര വേണമെങ്കിലും ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റലിന് അപ്പുറത്തേക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ 10 കോടി രൂപയാണ് എൻ്റെ ഈ ഒരു കമ്പനിയുടെ മാക്സിമം ലിമിറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ 10 കോടിയിൽ 1 രൂപ കൂടുതൽ പോലും നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ 10 കോടി വരെ ചെയ്യാം. അതൊക്കെ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹ്യൂജ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഹ്യൂജ് ക്യാപിറ്റൽ. ഒരുപാട് പേരിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാം, ഒരുപാട് പേരിൽ നിന്ന് നമുക്ക് ഫണ്ട് കണ്ടെത്താം. അതിലൂടെ ഫണ്ട് കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫണ്ട് റൈസ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല മാർഗമാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഓരോ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആ ഷെയർ ഹോൾഡേഴ്സ്, ആ ഷെയർ വാങ്ങുന്ന ആള് അതിന്റെ ഓണറായിട്ടൊക്കെ മാറും. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഒരുപാട് ഓണേഴ്സ്, ഒരുപാട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഓണേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിന്റെ കാര്യങ്ങളും അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വീണ്ടും പഠിക്കും. ഇനി അടുത്ത പോയിന്റ് ആണ് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ക്യാപിറ്റൽ വരുന്നത് ഈ ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സിൽ നിന്നാണ്. ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഷെയർ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഒരുപാട് പേരുണ്ടാവും. നമ്മൾക്ക് ഇപ്പൊ നിങ്ങളൊക്കെ ഷെയർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ താല്പര്യമുള്ള ഷെയർസിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും, പൈസ ഇൻവെസ്റ്റ് ചെയ്യും. പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ട് കിട്ടുന്നത് ശരിക്കും ഇതുപോലുള്ള ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കാണ്, ഇതേപോലെ ഒരു കമ്പനിക്കാണ്. അങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന കമ്പനി അല്ല ആൾക്കാരെന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അതില് പ്രൈവറ്റും പബ്ലിക്കും ഒക്കെ ഉണ്ട്. അത് നമുക്ക് വീണ്ടും പഠിക്കാം. അപ്പോ ഈ പറയുന്നത് ഇവർക്ക് ഒരുപാട് മെമ്പേഴ്സിൽ നിന്ന്, ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. ഇത് ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഹ്യൂജ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഹ്യൂജ് ക്യാപിറ്റൽ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സെപ്പറേറ്റ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. അതായത് ഇത്രയും അധികം മെമ്പേഴ്സ് ഫണ്ട് ഇഷ്യൂ ചെയ്യാണ്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഫണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും റൈറ്റ് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഷെയറിലൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ചിലത് ഓണേഴ്സ് ആയി മാറും എന്നൊക്കെ പറഞ്ഞു. ഓണേഴ്സ് ആയി മാറുമ്പോൾ ഓണേഴ്സിനുള്ള റൈറ്റ് ഒക്കെ നമുക്ക് കിട്ടണം അല്ലെ. നമ്മളൊരു സ്ഥാപനത്തിന്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഐഡിയ, എന്റെ ഡിസിഷൻസ് ഒക്കെ ആ സ്ഥാപനം വില വെക്കണം. അപ്പൊ അങ്ങനെ വില വെക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും അധികം ആൾക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കും, അല്ലെങ്കിൽ ഒരു ബോർഡ് രൂപീകരിക്കും. ആ ബോർഡിൽ കുറച്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കും, 5, 6, 8 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആ അംഗങ്ങളെ വെച്ചിട്ട് ആണ് ആ സ്ഥാപനം പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിക്കുക. അപ്പോ നമ്മളുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്ത്, ഈ ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തിട്ട് ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആയിട്ടാണ്, ഒരു എന്താ പറയാ, അവര് രൂപീകരിക്കുന്ന ഒരു ബോഡി ആയിട്ടാണ്, ഒരു ഡയറക്ടർ ബോഡി ആയിട്ടാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുക. അപ്പോൾ അവർ ഈ പറയുന്ന ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ ആൾക്കാരാണ് പിന്നീട് ആ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോവുക, ആ സ്ഥാപനത്തിന്റെ ഡിസിഷൻസ് എടുക്കുക, ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പൊ അതാണ് സെപ്പറേറ്റ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഈ പറയുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലോ പാർട്ണർഷിപ്പിലോ പോലത്തെ മാനേജ്മെന്റ് ആയിരിക്കില്ല. അവിടെ അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു മാനേജ്മെന്റ് ബോഡി ഉണ്ടായിരിക്കും.
അതിനെയാണ് സെപ്പറേറ്റ് ഓണർഷിപ്പ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് പെർപെച്വൽ സക്സഷൻ. നേരത്തെ ഞാൻ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസിന്റെ വേറെ വേർഡാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ട എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാള് ആ സ്ഥാപനം നിലനിന്ന് പോകും. അതും അടുത്ത ഫീച്ചറാണ് പെർപെച്വൽ സക്സഷൻ. ഇനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതും ഞാൻ പറഞ്ഞു പോയ ഒരു ഫീച്ചർ തന്നെയാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം അത് അമെൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു 2013 അമെൻഡ് ചെയ്ത് പുതിയൊരു ലോ ആക്കി മാറ്റി. ആ ലോ പ്രകാരം ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ലീഗൽ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി. ഇത്രയും അധികം ആൾക്കാരുള്ളപ്പോൾ ഇത്രയും അധികം ആൾക്കാരല്ലോ, ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് ഈ കമ്പനിയിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു, ഈ കമ്പനിയിലേക്ക് ഫണ്ട് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഫണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഞാനൊരു 1000 രൂപ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1000 രൂപയുടെ റൈറ്റ് എനിക്ക് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാനൊരു 1000 രൂപ കൊടുത്തിട്ട് 10,000 രൂപയുടെ റിസ്ക് ഞാൻ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. എത്ര ഫണ്ട് അവർ കൊണ്ടുവരുന്നുണ്ടോ ആ ഫണ്ടിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. 1000 രൂപ കൊണ്ടുവന്നാൽ 1000 രൂപയ്ക്ക് ലയബിലിറ്റി മീറ്റ് ചെയ്താൽ മതി. 10,000 രൂപ കൊണ്ടുവന്നാൽ 10,000 രൂപയുടെ ലയബിലിറ്റി മീറ്റ് ചെയ്താൽ മതി. 1,00,000 രൂപ കൊണ്ടുവന്നാൽ 1,00,000 രൂപയുടെ ലയബിലിറ്റി മീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞു പോയ പോയിന്റുകള് ഹ്യൂജ് ക്യാപിറ്റലാണ്, ഒരുപാട് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും. ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ എടുക്കാൻ പറ്റും. അതേപോലെ അവരുടെ അവരുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പോലെയാണ്. അവര് തീരുമാനിച്ച ഒരു ജനറൽ ബോഡിയെ അവര് സെറ്റ് ചെയ്ത് വെക്കും. ഇനി പെർപെച്വൽ സക്സഷൻ, കമ്പനി ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതിന് തന്നെ സ്വന്തമായിട്ട് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലോ പ്രകാരമായതുകൊണ്ട് തന്നെ ലീഗൽ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി, അവിടുത്തെ ഓണേഴ്സിന് അവിടുത്തെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇനി കോമൺ സീൽ പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് തന്നെയാണ്. ആ സ്ഥാപനത്തിന്റെ എന്ത് ട്രാൻസാക്ഷനിലും ആ സീൽ അവർ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അതാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. ഞാൻ നേരത്തെ ഷെയറിന്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മളൊരു സ്ഥാപനത്തിൽ ഷെയർ എടുക്കുമ്പോൾ നമ്മുടെ ഷെയർ വേണമെങ്കിൽ നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാം. അതിനുള്ള റൈറ്റ് ഈ സ്ഥാപനത്തിനുണ്ട്. എൻ്റെ ഷെയർ ഞാൻ എൻ്റെ സുഹൃത്തിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കത് കൊടുക്കാം. അതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഫോർമേഷൻ. ഫോർമേഷൻ ആണ് നമ്മൾ ആ പറഞ്ഞ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം അത് അമെൻഡ് ചെയ്തിട്ട് 2013 പ്രകാരം വരുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും ലീഗൽ ഫോർമാലിറ്റീസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്യണം. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇത്രയും അധികം ക്യാപിറ്റൽ റൈസ് ചെയ്യുമ്പോൾ, ഇത്രയും അധികം റെസ്ട്രിക്ഷൻസ് അവർ പാലിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിരിക്കും ശരിക്കും ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പം അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് പറഞ്ഞത്. ഇനി ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ പറയാം. ഇനി ഇതിന്റെ മെറിറ്റ്സ് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവമാണ്, സ്വഭാവ സവിശേഷതകളാണ്. അതിൽ നല്ലതും ഉണ്ടാവും പൊട്ടയുണ്ടാവും, മെറിറ്റും ഉണ്ടാവും ഡിമെറിറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ചിലത് നല്ലതായിരിക്കും, ചിലത് ഡിമെറിറ്റ് ആയിരിക്കും. ഇതിൽ നല്ലതെന്ന് പറയാൻ ഒന്നാമത്തത് ഹ്യൂജ് ക്യാപിറ്റൽ പറഞ്ഞിരുന്നു, നല്ലതാണ്, മെറിറ്റ് അല്ലേ. ഇവിടെ വന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, മെറിറ്റ്സിൽ വന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഹ്യൂജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതും നല്ലതല്ലേ. ആ സ്ഥാപനത്തിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുന്നത് ആ സ്ഥാപനത്തിൽ ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള കഴിവ്, അതിന്റെ കാപ്പബിലിറ്റി കൂട്ടും. അതുകൊണ്ട് തന്നെ അതും മെറിറ്റ് തന്നെയാണ്. ഇനി സെപ്പറേറ്റ് ഓണർഷിപ്പ്, അതിന്റെ തന്നെ വേറെ പോയിന്റുകളുണ്ട്. ഇനി പെർപെച്വൽ സക്സഷൻ, പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, മെറിറ്റ് അല്ലേ, മെറിറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതും മെറിറ്റ് തന്നെയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി, മെറിറ്റ് തന്നെയാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മള്, ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. ഇനി കോമൺ സീൽ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ, ഫോർമേഷൻ. ആ ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിമെറിറ്റ് ആണ്. ഇനി ഇതിൽ മെറിറ്റ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരികയാണ്. അതിലൊന്നാമത് പറഞ്ഞത് ഹ്യൂജ് ക്യാപിറ്റൽ, പറഞ്ഞു പോയ പോയിന്റ് തന്നെയാണ്, ഒരുപാട് ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും.
ഇനി ലിമിറ്റഡ് ലയബിലിറ്റി, എത്ര രൂപയുടെ ഷെയർ ആണോ നമ്മൾ വാങ്ങുന്നത് അത്രയും രൂപ മാത്രമേ നമുക്ക് ലയബിൾ ആയി മാറുള്ളൂ. ഇനി ട്രാൻസ്ഫർ ഓഫ് ഷെയർ, അതും നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. നമുക്ക് നമ്മുടെ ഷെയർ വേറെ ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള റൈറ്റ് നമ്മൾക്കുണ്ട്. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, അതും പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇത് നമ്മളുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് നാളെയോ മറ്റന്നാളോ അവസാനിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ടാണ്. പ്രൊഫഷണൽ മാനേജ്മെന്റ്, ഇവിടെ പറഞ്ഞ വേറെ പോയിന്റിന്റെ വേറെ രീതിയാണ് ഈ പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു, സെപ്പറേറ്റ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ ഒരു മാനേജ്മെന്റിനെ ഒരു ജനറൽ ബോഡിയെയാണ് നമ്മൾ നിയമിക്കുക. ആ ജനറൽ ബോഡിയെ നിയമിക്കുമ്പോൾ ഒരു മണ്ടനായ ഒരു വ്യക്തിയെ പിടിച്ച് നമ്മൾ അതിന്റെ തലപ്പത്തിരുത്തില്ല. അയാൾ പക്ക പ്രൊഫഷണൽ ആയിരിക്കും, അയാൾ പക്ക സ്കിൽഡ് ആയിരിക്കും, പക്ക നോളജ് ഉള്ള വ്യക്തിയായിരിക്കും. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മാനേജ്മെന്റിൽ നമ്മൾ പിടിച്ചിരുത്തുക. കാരണം ഇത്രയും അധികം ക്യാഷ് വരുന്ന, ഇത്രയും അധികം ഫണ്ട് റൈസ് ചെയ്യുന്ന, ഇത്രയും വലിയ ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ മാനേജ്മെന്റിൽ വേണം. എന്ത് പ്രശ്നം വന്നാലും പ്രശ്നങ്ങൾ നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള മാനേജ്മെന്റ് ആയിരിക്കണം ആ സ്ഥാപനത്തിന് ആവശ്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിനെ ആയിരിക്കും അവർ അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ തന്നെ ആയിരിക്കും താല്പര്യം. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ പോയി ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ, നമ്മളൊരു സ്ഥാപനത്തിൽ പോയി ഷെയർ വാങ്ങണമെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലാഭം പ്രതീക്ഷിക്കണം. അങ്ങനെ ലാഭം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാപനത്തിൽ നമ്മൾ 10 പൈസ ഇഷ്യൂ ചെയ്യില്ല. അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പക്കായിരിക്കണം. മാനേജ്മെന്റ് പക്കായാലേ ഓട്ടോമാറ്റിക്കലി ആ സ്ഥാപനം ലാഭത്തിലേക്ക് വരുള്ളൂ, ആ സ്ഥാപനം ഡെവലപ്മെന്റിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിലെ ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പക്ക പ്രൊഫഷണലിസം ആയിരിക്കും, പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇനി പബ്ലിക് കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞു നമ്മൾ ഷെയർ വാങ്ങണമെങ്കിൽ ആ സ്ഥാപനത്തിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാവണം. ആ സ്ഥാപനത്തിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനം സ്ഥിരമായിട്ട് പ്രോഫിറ്റബിൾ സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അല്ലാത്തടത്തോളം നമ്മൾ വെറുതെ കാശ് കൊണ്ട് കളയാനൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മൾ ക്യാഷ് ഇടുന്നുണ്ടെങ്കിൽ 10 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ്ടും 10 രൂപ ഉണ്ടാക്കാനാണ് എല്ലാവരും നോക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന ഫണ്ട് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമാണോ എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ സ്ഥാപനത്തിൽ നമ്മൾ ഫണ്ട് കൊണ്ടുപോയിടുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക്കിനുള്ള കോൺഫിഡൻസ് ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഭയങ്കര അധികാരിക്കും. അതാണ് പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞു പോയ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ഫണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡീമെറിറ്റ്സ് പറയാം. ഇപ്പോ ഡീമെറിറ്റ്സ് പറയുന്ന ആദ്യത്തെ പോയിന്റ് കോംപ്ലക്സിറ്റി ഇൻ ഇൻഫോർമേഷൻ അല്ല, സ്പേസ് ഉണ്ട് അതിനിടയിൽ. കോംപ്ലക്സിറ്റി ഇൻ ഫോർമേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞ ഫോർമേഷനിൽ പറഞ്ഞ കാര്യം. ആ ഫോർമേഷനിൽ എന്താ പറഞ്ഞത്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം അത് അമെൻഡ് ചെയ്തിട്ട് 2013 പ്രകാരമാണ് ഈ സ്ഥാപനം ഫോം ചെയ്യുക. അത് അത്ര എളുപ്പമല്ല ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യാൻ. ഞാൻ പറഞ്ഞിരുന്നു, ഈ ഹ്യൂജ് ക്യാപിറ്റൽ കണ്ടെത്തണം, അതേപോലെ ഒരുപാട് ഫോർമാലിറ്റീസ്, ഒരുപാട് നൂലാമാലകൾ ഈ പറയുന്ന തരത്തിലുള്ള കമ്പനി ഫോം ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോർമേഷൻ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഹൈ കോംപ്ലക്സിറ്റി ആയിരിക്കും, അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇനി അതേപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഡീമെറിറ്റ് ആണ് ലാക്ക് ഓഫ് സീക്രസി. ലാക്ക് ഓഫ് സീക്രസി എന്ന് പറയുന്ന കാര്യം എന്താ? സീക്രട്ട് എന്താ? നമ്മൾ രഹസ്യമായി വെച്ചിരിക്കേണ്ട കാര്യമാണ്. ഒരു സ്ഥാപനത്തിന്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് തരത്തിലുള്ള സീക്രട്ടുകൾ ഉണ്ടായിരിക്കും. ആ സീക്രട്ടുകൾ അതിന്റെ ഓണർക്ക് മാത്രം അറിയുള്ളായിരിക്കും. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പറഞ്ഞപ്പോൾ അതിലൊരു ഓണറേ ഉള്ളൂ, പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞപ്പോൾ മാക്സിമം 50 ഓണറേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇഷ്ടം പോലെ ഓണേഴ്സ് ആണ്, ഇഷ്ടം പോലെ ഷെയർ ഹോൾഡേഴ്സ് ആണ്, അതിൽ പലരും ഓണേഴ്സ് പോലെയാണ്. അപ്പോൾ അത്രയും അധികം ഓണേഴ്സിനോട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓണേഴ്സിന് ബോധിപ്പിക്കണം. ഓണേഴ്സിനെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സീക്രട്ട് കാര്യങ്ങളൊക്കെ ഓണേഴ്സിനോട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് സീക്രസിയാണുള്ളത്? ഒരാള് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സീക്രസിയുടെ ആ ഒരു ഇമ്പാക്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും അധികം ആൾക്കാർക്ക് ഈ പറയുന്ന സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരോടും റിവീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സീക്രസിക്ക് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് തന്നെ ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ സീക്രസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതാണ് ലാക്ക് ഓഫ് സീക്രസി എന്ന് പറയുന്നത്. ഇനി ഒളിഗാരിക് മാനേജ്മെന്റ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒളിഗാരിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താ? എല്ലാവരും കൂടെ
സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ 1000 പേര് അല്ലെങ്കിൽ 100 പേര് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോറി പാർട്ട്നേഴ്സ് പറയാൻ പാടില്ല, 100 പേര് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ മെമ്പേഴ്സ് എല്ലാവരും അനുകൂലിച്ചുകൊണ്ടാണ് ഒരു 4-5 പേര് ജനറൽ ബോഡിയിൽ വന്നിരിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ജനറൽ ബോഡി ആയിരിക്കും. അതാണ് ഇവിടെ ഒളിഗാരിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. കാരണം അവിടെ ആ ഒരു ഗ്രൂപ്പിന് മാത്രമായിരിക്കും ആധിപത്യം. ആ ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും അവിടെ കാര്യങ്ങൾ നടക്കുക. ആ ഒരു ഗ്രൂപ്പിന്റെ ഇഷ്ടങ്ങൾ എന്താണോ, ആ ഒരു ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ എന്താണോ അതാണ് നടക്കുക. അപ്പൊ അവിടെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റിനൊന്നും വലിയ റൈറ്റ് ഉണ്ടാവില്ല. കാരണം എല്ലാ പ്രോബ്ലംസും ഒന്നും എല്ലാവരോടും ചോദിക്കണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് മാനേജ്മെന്റാ? ഒളിഗാരിക് മാനേജ്മെന്റ് ആയിരിക്കും. അവിടെ ഒരു സ്വേച്ഛാധിപത്യം ഒക്കെ കാണാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. ഇനി അടുത്തതാണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിൽ, ചെറിയ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാളുള്ളപ്പോൾ അയാൾക്ക് മാത്രം തീരുമാനിക്കാം. 2-3 പേരുള്ളൊക്കെ ആ 2-3 പേര് തീരുമാനിച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മൾ ജനറൽ ബോഡിയിൽ പറയണം. ആ ജനറൽ ബോഡിയിലെ എല്ലാവരുടെ ഐഡിയയും പറയണം. ആ ഐഡിയയിൽ നിന്ന് ഏറ്റവും നല്ലത് ഏതാണെന്ന് കണ്ടെത്തണം. ആ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്രയും ടൈം എടുത്തു. ആ പ്രോബ്ലം അവിടെ റൈസ് ചെയ്യണം. റൈസ് ചെയ്തിട്ട് അത് ബോധിപ്പിക്കണം. ബോധിപ്പിച്ചിട്ട് അതിന്റെ തീരുമാനങ്ങൾ കണ്ടെത്തണം. ആ തീരുമാനങ്ങൾ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. അതാണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതിനാണ് മെയിൻ ഡ്രോബാക്ക് പറയുന്നത് കേട്ടാ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെയിൻ ഡ്രോബാക്കിൽ ഒരെണ്ണമാണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഒരുപാട് സമയം ചിലപ്പോൾ എടുക്കും. ഇനി ഇൻഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് നമ്മൾ സോൾ പ്രൊപ്പറേഷനിൽ പറഞ്ഞിരുന്നു. എപ്പോൾ കട തുറക്കണം, എപ്പോൾ അവസാനിപ്പിക്കണം, എപ്പോൾ കട പൂട്ടണം എന്നൊക്കെ അയാൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ജനറൽ ബോഡിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് ഓണേഴ്സ് ആണ്, ഒരുപാട് മെമ്പേഴ്സ് അതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ അവരോടൊക്കെ ചോദിക്കാണ്ട് ഈ സ്ഥാപനത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കട അടച്ചു പൂട്ടാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരിക്കും. അതാണ് ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കോൺഫ്ലിക്റ്റ് ഇൻ ഇൻട്രസ്റ്റ്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വേറെയാണ്, ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റുകൾ വേറെയാണ്. അപ്പോൾ എല്ലാവരുടെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒളിഗാരിക് മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന ജനറൽ ബോഡി ഉണ്ടല്ലോ, അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. പലപ്പോഴും പല ആൾക്കാർക്കും ആ കാര്യങ്ങളോട് വലിയ യോജിപ്പുണ്ടാവില്ല. എന്ത് പറഞ്ഞാലും എതിർക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒത്തൊരുമ ഒന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റിന് ചാൻസ് ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡെഫിനിഷൻ പഠിക്കുക, ഫീച്ചേഴ്സ് എഴുതി വെക്കുക, മെറിറ്റ് എഴുതി വെക്കുക, ഡിമെറിറ്റ് എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബൈ.